ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് ഈ ഒരു വെർബീനെ നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം, നല്ല വെള്ളം കൊടുക്കണം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. പിന്നെയുള്ളത് മെക്സിക്കൻ പെറ്റൂണിയ വൈറ്റ് കളറ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. നമ്മൾ അയച്ചു തരുന്ന പ്ലാൻ സൈസ് ഇതാണ്. അടുത്തത് ഡിഫൻ ബാച്ചിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. അടുത്തത് മുറി കൂട്ടി അങ്ങനെയൊക്കെ പറയുന്ന ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ, 10 റുപ്പീസ്. പിന്നെയുള്ളത് കലേഡിയം, നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ആ ടൈപ്പ് തന്നെയാണിത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അടുത്തത് ഒരു കലേഡിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. നമ്മളിത് പല വീഡിയോസിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാം. 30 റുപ്പീസ്. അടുത്തെന്ന് പറയുന്നത് ശ്രീലങ്കൻ മുല്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം. ഇത് നമുക്ക് നല്ല ഉയരത്തിൽ അങ്ങ് ഇത് പോകും. അല്ലാതെ നമുക്ക് ക്രോപ്പ് ചെയ്ത് നിർത്തണമെങ്കിൽ ചട്ടികളിൽ നിർത്തണോ അങ്ങനെയും നിർത്താം. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം. ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 16 റുപ്പീസ്. 60. പിന്നെ ഉള്ളത് ഡിഫൻ ബാച്ച്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. അടുത്തത് ഒരു ഫിലോഡൻഡ്രം വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. ചെറുതാണ്. നെറ്റ് പോട്ടിലാണ് നമ്മൾ അയക്കുന്നത്. ഉണ്ടോ, ചെറിയ സൈസ് തന്നെയാണ് കേട്ടോ. ഇത് വലുതൊന്നുമല്ല, ചെറുതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. എനിക്ക് കറക്റ്റ് ഫിലോഡൻഡ്രം വെറൈറ്റി ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കറക്റ്റ് ഫുൾ നെയിം എനിക്ക് അറിയത്തില്ല. ഇൻഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. വലിയ കെയറിങ് ഒന്നും വേണ്ട. ഇടയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയുള്ളത് സിങ്കോണിയം. സിൽവർ കളറും ഗ്രീൻ കളറും ചേർന്ന സിങ്കോണി. ഇതും വലിയ കെയറിങ് ഒന്നും വേണ്ട. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് നമുക്ക് അധികം വെയിൽ വേണ്ട. വെയിലില്ലാത്ത ഭാഗത്ത് നിർത്തിയാൽ മതി. അത് സ്റ്റിക്കിലോ ഹാങ്ങിങ് പോട്ടിലോ ഒക്കെ നിർത്തിയാൽ നല്ല ഭംഗിയാണ്. ഇനിയുള്ളത് ഒരു അരേലിയ വെറൈറ്റിയാണ്. ഇത് മുൻപേ ഉള്ള ചെടിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് ഈ അമ്പലത്തിൽ മാല കിട്ടാനൊക്കെ ഉപയോഗിക്കും കേട്ടോ. പിന്നെ ഇത് നമുക്ക് മണ്ണിലോ ചട്ടിയിലോ ഒക്കെ വളർത്താം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീഫ് മാത്രമേ ഉള്ളൂ. ആ ലീഫുകൾ ഇങ്ങനെ ഒരു കുടം മാതിരി ഇങ്ങനെ നിൽക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 20 റുപ്പീസ്. പിന്നെ ഉള്ളതും കലേഡിയം. ഇത് ക്രിസ്മസ് കലേഡിയം ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ഇരിക്കുന്നുണ്ട് ക്രിസ്മസ് കലേഡി. ഇത് വേറൊരു കലേഡി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. ഈ കാണുന്ന ഗ്രീന് 40യും ക്രിസ്മസ് കലേഡിയത്തിന് 30 റുപ്പീസും. ക്രിസ്മസ് കലേഡിയൊക്കെ നമ്മുടെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുണ്ട്. പിന്നെ ഇനിയുള്ള ഈ ഒരു കലേഡി എന്ന് പറയുന്നത് ഇത് ലീഫ് ഒരുപാട് വലിപ്പം വയ്ക്കത്തില്ല. ഈ പിങ്കും ഗ്രീനും ചേർന്നത് 20 റുപ്പീസും മറ്റ് ഈ ഗ്രീനും വൈറ്റും ചേർന്നത് 10 റുപ്പീസ്. കലേഡിയൊക്കെ നമ്മളെപ്പോഴും വെയിലില്ലാത്ത ഭാഗത്ത് നോക്കി വേണം വെക്കേണ്ടത്. നല്ല വെള്ളം വാർന്നു പോകുന്ന ചട്ടി തന്നെ വേണം. കാര്യം ഇതിൻ്റെ അടിയിൽ കിഴങ്ങുള്ളതാണ്. അത് വെള്ളം തങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് ചീനി പോകും. അടുത്തത് ഗാർലിക് വൈൻ. ഇത് ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. കാര്യം അതെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ചിലർക്ക് ക്രീപ്പിംഗ് പ്ലാന്റ് വളർത്താൻ ഇഷ്ടമില്ലാത്തവരുണ്ട്, സ്ഥലമില്ല എന്ന് പറയുന്നവരുണ്ട്. ക്രീപ്പിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതിലൊരു വയലറ്റ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. ഇത് വെയിലുള്ള ഭാഗത്ത് വേണം നിർത്തേണ്ടത്. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം. പിന്നെയെന്ന് പറയുന്നത് പേര് പോലെ തന്നെ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് ലീഫിനൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. അടുത്തത് ഓറഞ്ച് കളർ ഫ്ലവർ പിടിക്കുന്ന മെക്സിക്കൻ ഫ്ലേം പൈ. ഓറഞ്ച് കളർ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. നല്ല ഓറഞ്ച് കളർ ഫ്ലവർ പിടിക്കുന്ന മെക്സിക്കൻ ഫ്ലെയിം വൈൻ. ഇതിന് നല്ല വെയിൽ വേണം. ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പൂക്കൾ പിടിക്കും. പൂക്കൾ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പിടിച്ചോളും. എനിക്ക് തോന്നുന്നു പിടിക്കാനായിട്ട് ഒരു 4-5 മാസം എടുക്കുമായിരിക്കും. പക്ഷേ ഇതിൽ പൂക്കൾ കുറവാണ്. കാര്യം നമുക്ക് പൂക്കൾ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മളിതിനെ വെട്ടി ഞുറുക്കി കഷ്ണങ്ങളാക്കി വേര് പിടിപ്പിച്ച് വിറ്റ് കാശാക്കി കീശയിലാക്കുക എന്നുള്ള ഉദ്ദേശമല്ലേ ഉള്ളൂ. അതാണ് കേട്ടോ ഫ്ലവർ കുറവ്. അങ്ങനെ മെക്സിക്കൻ ഫ്ലെയിമിൻ്റെ കഥ കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് ഫിലോഡൻഡ്രൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അടുത്തത് ഒരു ഫിലോഡൻഡ്രൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. നെക്സ്റ്റ് കുഫിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. എനിക്കൊന്ന് ഈ വീഡിയോയിൽ 10 റുപ്പീസിൻ്റെയൊക്കെ ഒരുപാട് പ്ലാൻസ് കാണിക്കുന്നത്. 20 ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്ലാൻസ് പ്രൈസ് കൂടുതലുള്ള. അതായത് 20 റുപ്പീസിൻ്റെ പ്ലാൻസ് ഒരുപാടുണ്ട്. അപ്പം ചിലരിങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കും 10 രൂപയുടെ 20 രൂപയുടെയും ചെടികളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഈ ഗാർഡനൊക്കെ വെച്ച് തുടങ്ങുന്നവർക്കൊക്കെ
വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ. പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണി, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപീസ്. അടുത്തതെന്ന് പറയുന്നത് ഫിലോഡൻഡ്രൻ മൈക്കൻസ്, ഇതിൻ്റെ പ്രൈസ് 10 രൂപീസ്. വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ, വെയിലില്ലാത്ത ഭാഗത്ത് വേണം നിർത്താനായിട്ട്. സ്റ്റിക്കിലും ഹാങ്ങിലും ഒക്കെ വളർത്തിയെടുക്കാം. അടുത്തെന്ന് പറയുന്നത് ഹെലിക്കോണിയ, ബേർഡ് പാരഡൈസോ അങ്ങനെയും കൂടി പറയുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപീസ്. പിന്നെയുള്ളത് നന്ദ്യാർ വട്ടം, വൈറ്റ് കളർ ഫ്ലവർ പിടിക്കുന്ന നന്ദ്യാർ വട്ടം, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 രൂപീസ്. പിന്നെയുള്ളത് അഗ്ലോണിമ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപീസ്. പിന്നെയുള്ളത് സൺസെറ്റ് ബെൽസ്, ഇതിൻ്റെ പ്രൈസ് 10 രൂപീസ്. നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട്. ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങ് കാണും. പിന്നെയുള്ളത് ഗന്ധരാജൻ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 രൂപീസ്. ഗന്ധരാജൻ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ഇപ്പം. പിന്നീട് ഇത് ഹണീസക്കിൾ, യെല്ലോ വൈറ്റൊക്കെ ചേർന്ന ഫ്ലവർ പിടിക്കുന്ന ഹണീസക്കിൾ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 രൂപീസ്. ഇത് സ്നേക്ക് പ്ലാന്റ് 20 രൂപീസ്. ഇത് ഹൈറ്റ് വയ്ക്കുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് ട്രെസീന 20 രൂപീസ്. ഇത് അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് നിർത്താം കേട്ടോ, വലിയ കെയറിങ് ഒന്നും വേണ്ട, അത് തന്നെ വളർന്നോളും. ഇത് സ്നേക്ക് പ്ലാന്റ്, ഇത് മദർ പ്ലാന്റ് ആണ്. നമ്മൾ അയക്കുന്നത് ഇതല്ല, അയക്കുന്നത് അയക്കുന്നത് പിന്നെ കാണിക്കാം. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപീസ്. ഇത് റിയോ പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപീസ്. അടുത്തതും ഒരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപീസ്. ഇത് മരാന്ത, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപീസ്. അടുത്തത് പെഡിലാന്തസ് വെരിഗേറ്റഡ് ആണ്. ഇതിൻ്റെ പ്രൈസ് 10 രൂപീസ്. വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത പ്ലാന്റാണിത്. ഇത് പെഡിലാന്തസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപീസ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് പെഡിലാന്തസ് ഗ്രീൻ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപീസ്. ഇത് റൂബി പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപീസ്. നമുക്കത് വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം. ഇത് റെഡ് ലിപ്സ്റ്റിക്ക്, ഇതിൻ്റെ പ്രൈസ് 30 രൂപീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെയിലുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. പ്ലാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴും നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ, നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. മൺഡേ ടു തേഴ്സ്ഡേ വരെയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. പിന്നെ ചെന്നൈയിലോട്ടൊക്കെ മൺഡേയും ട്യൂസ്ഡേയും മാത്രമേ നമ്മൾ അയക്കത്തുള്ളൂ. പിന്നെ ഇത്രയൊക്കെയുള്ളൂ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ബൈ.